ചിരട്ടക്കരി പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ചിരട്ടക്കരി പൊടിയുടെ പ്രധാന ഗുണങ്ങൾ: മഞ്ഞ നിറം മാറി വെളുപ്പ് നൽകുന്നു. ചിരട്ടക്കരിക്ക് പല്ലിലെ കറകളും മഞ്ഞ നിറവും വലിച്ചെടുക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. ദുർഗന്ധം അകറ്റുന്നു. തുളസിയും ഗ്രാമ്പുവും വായിലെ ദുർഗന്ധം മാറ്റി ദീർഘനേരം പുതുമ നൽകുന്നു. അണുക്കളെ നശിപ്പിക്കുന്നു. വേപ്പിലയും ഗ്രാമ്പുവിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ പല്ലിലെ അണുബാധയും പോടും തടയുന്നു. ഈറകളുടെ ബലം: കല്ലുപ്പ് പല്ലിലെ ഈറകളെ ബലപ്പെടുത്താനും രക്തസ്രാവം തടയാനും സഹായിക്കുന്നു. ഇനി ഉണ്ടാക്കുന്ന രീതികൾ ഒന്ന് പരിശോധിക്കാം. ചിരട്ടക്കരി അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പ്രകൃതിദത്ത പൽപ്പൊടി ലളിതവും എന്നാൽ വീട്ടിലും തയ്യാറാക്കുന്ന രീതി. കെമിക്കലുകൾ നിറഞ്ഞ ടൂത്ത് പേസ്റ്റുകൾക്ക് പകരം പൂർവികർ ഉപയോഗിച്ചിരുന്ന തികച്ചും പ്രകൃതിദത്തമായ ഒരു പൽപ്പൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? പല്ലുകൾക്ക് തിളക്കവും വായ്ക്ക് പൂർണ്ണ ശുചിത്വവും നൽകുന്ന ചിരട്ടക്കരി പൽപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ചിരട്ടക്കരി പൊടി 4 ചിരട്ട കത്തിച്ചത്, ഉണക്കിപ്പൊടിച്ച തുളസിയില 1 സ്പൂൺ, ഉണക്കിപ്പൊടിച്ച വേപ്പില 1 സ്പൂൺ, ഗ്രാമ്പു 1/2 സ്പൂൺ, പച്ചക്കർപ്പൂരം 2 എണ്ണം, കല്ലുപ്പ് 1/2 സ്പൂൺ, കുരുമുളക് 5 എണ്ണം, അതുപോലെ 1 ജാതിക്കായ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് വിശ്വാസമായ രീതിയിൽ ഉപയോഗിക്കാനും നമ്മുടെ പഴമക്കാർ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തിയിരുന്നതും ഇതുപയോഗിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ കാലക്രമത്തിൽ പല പേസ്റ്റുകളും വന്നപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. ഇതിനോടൊപ്പം ഫലപ്രദമായി ചേർക്കാവുന്ന മറ്റ് പ്രകൃതിജന്യ ഘടകങ്ങൾ: ആര്യവേപ്പില പൊടിച്ചത് ഉപയോഗിക്കാം. ഇതിൻ്റെ ചിരട്ടക്കരി പല്ലിന് വെണ്മ നൽകാനും അഴുക്ക് നീക്കം ചെയ്യാനും അടിസ്ഥാന ഘടകമാണ്. ഉപ്പ് ഈണകൾക്ക് ബലം നൽകാനും മോണയിലെ വീക്കം പഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു. കുരുമുളക് 5 ഗ്രാം വായിലെ ദുർഗന്ധം അകറ്റാനും പല്ലുവേദന ശമിപ്പിക്കാനും സഹായിക്കുന്നു. ജാതിക്ക ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ നൽകാൻ. ഗ്രാമ്പു പല്ലുവേദനയ്ക്ക് ഏറ്റവും മികച്ച ഔഷധം, ബാക്ടീരിയകളെ നശിപ്പിക്കും. ചുണ്ണാമ്പ് വളരെ കുറവ്, വളരെ ചെറിയ അളവിൽ 1 നുള്ളു മാത്രം. ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പരമ്പരാഗതമായി പല്ലിന് ദൃഢത നൽകാൻ ഉപയോഗിക്കാറുണ്ട് ഇവ. എങ്കിലും അളവ് അധികമായാൽ മോണയ്ക്ക് ഉരച്ചലുണ്ടാകാം. പച്ചക്കർപ്പൂരം നല്ല സുഗന്ധത്തിനും വായ്ക്ക് കുളിർമ നൽകാനും മാവിലക്കരിയോ ഉണക്കിപ്പൊടിച്ച് പല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകാൻ പരമ്പരാഗതമായി ഇത് ഉപയോഗിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ: പ്രകൃതിദത്ത പാൽപ്പൊടിയുടെ ഗുണങ്ങൾ: രാസവസ്തുക്കളിൽ നിന്നുള്ള സുരക്ഷ,
ഫ്ലൂറൈഡ്, കൃത്രിമ നിറങ്ങൾ, പതവരാൻ ഉപയോഗിക്കുന്ന സൾഫേറ്റുകൾ തുടങ്ങിയവ ഇല്ലാത്തതിനാൽ ശരീരത്തിന് പൂർണ്ണമായും സുരക്ഷിതമാണ്. സ്വാഭാവികമായ തിളക്കവും വെളുപ്പും ഇതിലടങ്ങിയിട്ടുള്ള ചിരട്ടക്കരി പല്ലിലെ കറകൾ, മഞ്ഞനിറം, ടോക്സിനുകൾ എന്നിവയെ വലിച്ചെടുത്ത് നീക്കം ചെയ്യുന്നു. അണുബാധ തടയുന്നു. വേപ്പില, ഗ്രാമ്പു എന്നിവയുടെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും പല്ല് പോട് തടയുകയും ചെയ്യുന്നു. മോണകളുടെ ആരോഗ്യം. പൽപ്പൊടിയിലുള്ള കല്ലുപ്പ് മോണകളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മോണപ്പഴുപ്പും രക്തസ്രാവവും ഇല്ലാതാക്കി ഈറകളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. വായ്നാറ്റം അകറ്റുന്നു. തുളസിയും ഗ്രാമ്പുവും വായിലെ ദുർഗന്ധം പൂർണ്ണമായും മാറ്റുകയും ദീർഘനേരം ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. പാരിസ്ഥിതിക ഗുണം. പ്രകൃതിദത്ത ചേരുവകൾ മാത്രം ഉപയോഗിക്കുന്നതിനാലും പ്ലാസ്റ്റിക് ട്യൂബുകൾ ഒഴിവാക്കുന്നതിനാലും ഇത് പരിസ്ഥിതി സൗഹൃദമാണ്.